KSRTC ബസ്സിൽ യുവതിക്കും കുഞ്ഞിനും കാവലായ ദൈവത്തിന്റെ കരങ്ങൾ ഒരു ഡോക്ടറുടേതായിരുന്നു. തൃശൂരിൽ KSRTC ബസ്സിൽ യുവതി കുഞ്ഞിന് ജന്മം നൽകിയത് തിരൂർ പുറത്തൂർ സ്വദേശിനി ഡോക്ടർ KV ഷൈനിയുടെ കരങ്ങളിലേക്കാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ആ അനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ് ഡോക്ടർ ഷൈനി. ഈ ദൃശ്യങ്ങളും ഈ വാർത്തയും മലയാളികൾ ഒരിക്കലും മറക്കില്ല. കഴിഞ്ഞ ബുധനാഴ്ചയാണ് തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ യുവതി കുഞ്ഞിന് ജന്മം നൽകിയത്. അന്ന് ആ ബസ്സിലെ ഒരു യാത്രക്കാരിയായിരുന്നു തിരൂർ പുറത്തൂർ സ്വദേശിനി ഡോക്ടർ KV ഷൈനി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തൊരു ദൈവനിയോഗമാണ് ഡോക്ടർക്ക് ആ യാത്ര സമ്മാനിച്ചത്. എൻ്റെ ഈ ഡോക്ടർ ജീവിതത്തിൽ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമാണ്. അതും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ. യാത്രക്കിടെ ഒരു മയക്കത്തിലായിരുന്ന ഷൈനി ബസ്സിലെ ബഹളം കേട്ടാണ് ഉണരുന്നത്. യുവതിയുടെ അടുത്തെത്തിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ആയുർവേദ ഡോക്ടറായ ഷൈനി തന്റെ അറിവ് ഉപയോഗിച്ച് പ്രസവം എടുക്കുകയായിരുന്നു. ആശുപത്രിയുടെ ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് കുഞ്ഞ് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വന്നിരുന്നു. ആ കുഞ്ഞിനെ ഞാനാണ് ആ സീറ്റിൽ നിന്ന് കോരിയെടുത്തത്. ബസ്സിന് പിന്നെ ആശുപത്രി എത്തുന്നവരെ കുഞ്ഞിന്റെ കൈകളിൽ തന്നെയായിരുന്നു. ബസ്സിലെ യാത്രക്കാരും പൂർണ്ണമായും സഹകരിച്ചു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് മടങ്ങിയത്. ആ ബസ്സിലൊരു യാത്രക്കാരൻ ഉണ്ടായിരുന്നു, ഒരു ഷെഫീഖ് എന്ന മറ്റോ പേര്, കുറ്റിപ്പുറത്താണ് വീട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ കൂടെ അദ്ദേഹം തിരിച്ചടുത്ത ബസ്സിന് പോകുന്നത്. പിന്നീട് തൊട്ടടുത്ത ദിവസം ഷൈനി വീണ്ടും ആശുപത്രിയിൽ പോയിരുന്നു. ഒരിക്കൽ കൂടി ആ കുഞ്ഞിനെ കയ്യിൽ വാരി പുണർന്നു. അവർ പരസ്പരം സ്നേഹം പങ്കിട്ടു. സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കൈകളിലൂടെ പോയ കുഞ്ഞാണല്ലോ, കാണുന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒന്ന് കാണാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെ സമ്മതത്തോടു കൂടെ ഞാൻ അവരെ കാണാൻ പോയി. കാണാൻ ചെന്നപ്പോൾ അവർ ഓടി വന്നിട്ട് ഞാൻ കയറിയിട്ട് ചോദിക്കുന്നതിന് മനസ്സിലായോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവരെന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക ചെയ്തു. ഒരു കുഞ്ഞു ജീവൻ തൻ്റെ കരങ്ങളിലൂടെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമെന്ന സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഡോക്ടർ ഷൈനി. പക്ഷേ ഷൈനിയുടെ കരങ്ങൾ ആ കുഞ്ഞിനും അമ്മയ്ക്കും നൽകിയത് പുതുജീവനാണ്. മനുഷ്യസ്നേഹത്തിൻ്റെ കരസ്പർശങ്ങൾ ഈ ഭൂമിയിൽ ഇനിയും ഉണ്ടാകട്ടെ. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, തിരൂർ. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.